വന്ന ഫലം വെച്ച് നോക്കുമ്പോൾ പൊതുവെയുള്ള പ്രവണത LDF അനുകൂലമല്ല. ഞങ്ങളുടെ പ്രതീക്ഷ LDF അനുകൂലമായി വ്യത്യാസമുണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അതല്ല ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാം, ജനവിധിയാണിത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അതിനെ അർഹിക്കുന്ന ആദരവോടെ കാണുന്നു, ജനവിധിയെ മാനിക്കുന്നു. ജനവിധിയെ ഇടതുപക്ഷം മാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കർത്തവ്യമാണ് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും LDFിലെ ഓരോ ഘടകകക്ഷിയും LDF പൊതുവിലും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധികളുടെ പാഠങ്ങൾ പഠിക്കും. പാഠങ്ങൾ പഠിച്ച് LDFിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഒന്നാമത്തെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിലും കണ്ടു, പലപ്പോഴും കാണുന്ന ആ പ്രവണത, അത് UDF BJP ബന്ധത്തിൻ്റെതാണ്. ആ ബന്ധം ഒരു പുതിയ കാര്യമല്ല. അന്ധമായ ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കാലമായി നാം കാണുന്ന കാഴ്ചയാണത്. UDFും BJPയും പരോക്ഷമായും ചിലപ്പോൾ പ്രത്യക്ഷമായും കൈകോട്ട് പിടിച്ചുകൊണ്ട് LDFിനെ നേരിടാറുണ്ട്. ഇത്തവണയും ആ പ്രവണത പ്രകടമായിരുന്നു. അതിൻ്റെ ആത്യന്തിക ഫലങ്ങൾ എന്താകുമെന്ന് ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിന് കോൺഗ്രസും ബാധ്യസ്ഥമാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ LDF അതിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. ഇടതുപക്ഷം എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളെയും മൂല്യബോധത്തെയും മുറുകെ പിടിക്കാൻ കടപ്പെട്ട പക്ഷമാണ്. അതിൻ്റെ അനുഭവങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശകലനം ചെയ്യും. ജനങ്ങൾ ഞങ്ങളെ അങ്ങനെ കാണുന്നുവെന്ന് പരിശോധിക്കും. ജനങ്ങളെ തന്നെയാണ് ഞങ്ങൾ വലിയവരായി കാണുന്നത്. ആ അർത്ഥത്തിൽ ലെഫ്റ്റിനെ പറ്റി, ഇടതുപക്ഷത്തെ പറ്റിയുള്ള ജനകീയ വിമർശനങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുകയില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് കരുതുന്നുണ്ട്. കാരണം കേരളത്തിലെമ്പാടും ഒരു പൊതു ട്രെൻഡായിട്ട് UDFിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതിന് സർക്കാരിനെതിരായ ജനവിധിയായിട്ട് ഇതിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ വശങ്ങളും പഠിക്കണം. ഒരു ഭാഗത്തിൽ വിലക്കൊന്നുമില്ല. എല്ലാ വശവും പഠിക്കുമ്പോൾ ഇതടക്കം പലതും പഠിക്കപ്പെടും. ഇടതുപക്ഷം പെരുമാറുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. CPI തന്നെ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു. ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് വിനയവിശ്വം പറയുന്നതിൽ അതുമില്ലേ? ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥം അത് തന്നെയാണ്. ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞാൽ ഇടതുമൂല്യങ്ങളുടെ ഉയർത്തിപ്പിടിക്കലിലും അതിൻ്റെ മൂല്യബോധങ്ങളിലും എല്ലാം പാലിക്കേണ്ട നിഷ്ഠകൾ പാലിക്കാൻ നിങ്ങളെല്ലാം കടപ്പെട്ടവരാണ്. അല്ല, CPI മാത്രമല്ല, CPM കടപ്പെട്ടവരാണ്. ഇവിടെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, PMCയെ സംബന്ധിച്ച് CPIക്കും CPMനും മൗലികമായി അഭിപ്രായം ഒന്ന് തന്നെയാണ്. മൗലികമായ ഒന്നായിരിക്കെ തന്നെ എന്തുകൊണ്ടോ ചെറിയ ചില ഘട്ടങ്ങളിൽ PMCയെ പറ്റിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പൊന്തി വന്നു. അത് നിർഭാഗ്യകരമാണെന്ന് CPI പറയുകയുള്ളൂ. പക്ഷേ ഒന്നുറപ്പാണ്, ആ ചർച്ച വീണ്ടും വെളിവാക്കി. PMC പോലെയുള്ള ഒരു മൗലിക പ്രശ്നത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അഭിപ്രായങ്ങൾ വേറെ വേറെയല്ല, ഒരേ കാഴ്ചപ്പാട്. CPMന്റെയും CPIയുടെയും പ്രമേയങ്ങൾ വായിച്ചാൽ ബോധ്യപ്പെടും. CPIക്കോ CPMനോ അടിസ്ഥാനപരമായിട്ട് അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിവാദമുണ്ടായി എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൻ്റെയും
പ്രതികരണങ്ങളുണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരത്തെ പറ്റി എന്താ CPI-യുടെ ഈ ഫലം കാണുമ്പോൾ വിലയിരുത്തൽ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അതിലേക്ക് മാത്രം ഒതുങ്ങണ്ട. അല്ല, എന്താ അല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണത്. പ്രത്യേകിച്ചും സേവന മേഖലയിൽ, വികസന മേഖലയിൽ ഈ ഗവൺമെന്റ് കാണിച്ച മുൻകൈയെപ്പറ്റി കേരളം കാണുന്നുണ്ട്. ജനങ്ങളിലെ സാധാരണക്കാരെയും പാവങ്ങളെയും ഈ സർക്കാർ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. പെൻഷൻ സ്കീമുകൾ, അതുപോലുള്ള എല്ലാ പദ്ധതികളും കാണാം. അതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള LDF-ന്റെ നയത്തിന്റെ ഭാഗം തന്നെയാണ്. അതെല്ലാം ചെയ്ത ഗവൺമെന്റിനോട് എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്രകാരം പെരുമാറിയെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മൗലികമായ ഒരു അഭിപ്രായം തന്നെയാണ് CPI-ക്കും CPM-നും എന്നൊക്കെ പറയുമ്പോൾ പോലും PM ശ്രീയില് CPM-നെ തിരുത്തിയത് CPI ആണ്. ഇടത് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറയുന്നത് CPI ആണ്. അത്തരത്തിൽ മുന്നണിയിൽ തന്നെ ഇടത് ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടേ LDF-ന് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇന്നും നാളെയും അതേ പറ്റൂ. അതിൽ നിന്ന് വഴിമാറിപ്പോകാൻ CPI-ക്കോ CPM-നോ അവകാശമില്ല. LDF ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പക്ഷമാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒരു വിഷയം മാത്രമേ ചുരുക്കേണ്ടത്. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. പഠിക്കും ഞങ്ങൾ എല്ലാ വിഷയങ്ങളും. ഒന്നിലേക്ക് മാത്രം ഒതുക്കണ്ട. ഈ ഇപ്പോഴത്തെ LDF-ന്റെ ഒരു നേതാവ് സവാനികളുണ്ട്. പിന്നെ നേതാവ് പറഞ്ഞു, ഈ അങ്ങ് പറഞ്ഞ പോലെ അല്ല, അതായത് വികസനം ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയിട്ട് ജനം ഞങ്ങൾക്കിട്ട് വെച്ചു, നന്ദികേട് കാട്ടിയെന്ന് പറയും. ഇത്തരം പ്രസ്താവനകളെ എങ്ങനെയാണ് CPI കാണുന്നത്? എം എം മണിയാണത് പറഞ്ഞത്. ആര് പറഞ്ഞു? എം എം മണി. രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗിക്കുന്ന വാക്കും എല്ലാം പ്രാധാന്യമേറിയവയാണ്. ജനങ്ങളെ മാനിച്ചുകൊണ്ടേ പറയാവൂ. തങ്ങളെക്കാളും താഴെയാണ് ജനങ്ങളെന്നും തങ്ങൾ അവരുടെ എല്ലാം യജമാനത്വമുള്ളവരാണെന്നുള്ള ഭാവത്തിൽ ഒരു ഇടതുപക്ഷ നേതാവും സംസാരിച്ചാൽ അത് ഗുണകരമായിട്ടില്ല എന്നാണ് CPI-യുടെ ബോധ്യം.